Hello everyone, welcome to our new session. Today we are going to talk about some important questions. പ്ലസ് വൺ ഈക്വലൻസി എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ ഈ ഒരു പാസേജ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എഴുതാതിരിക്കരുത്. ഒരു കാരണവശാലും നിങ്ങളതൊരു സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാതിരിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. 4 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു പാസേജ് വായിച്ച് മനസ്സിലാക്കുക. പാസേജ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ചോദ്യമായിരിക്കാം. അപ്പോൾ അതൊന്ന് വായിച്ച് ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യുക, എന്നിട്ട് ആൻസേഴ്സ് എഴുതുക. അതാണ് വേണ്ടത്. അത് ഈ ഒരു പാസേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയും ചെയ്യും. സോ നമുക്ക് ഈ ഒരു പാസേജ് വായിച്ച് നോക്കാം. ഇതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതായത് നിങ്ങളുടെ 2021 അക്ഷരകൈരളി മാഗസീനിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ വായിക്കാം. ആൻ എഞ്ചിനീയർ പാസേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. An engineer named John Roebling was inspired by an idea of building a magnificent suspension bridge connecting New York with the Long Island. He had put forward his idea to the bridge building experts throughout the world, but no one was interested even to think about it further and asked John to forget it. According to them, it was a very difficult task, something which had never been attempted before and is not practical. Roebling, however, was determined and would not think of ignoring history. ഈ ഒരു പാസേജിൽ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന നമ്മുടെ പ്രോസെഷൻ, ഫസ്റ്റ് യൂണിറ്റിലെ തന്നെ ഒരു പ്രോസെഷൻ ഉണ്ടായിരുന്നു, ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജോൺ റോബ്ലിംഗ്, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ജോൺ റോബ്ലിങ്ങിൻ്റെ വളരെ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്ത ഒരു ആശയം ഉണ്ടായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് ബിൽഡിംഗ് എ മാഗ്നിഫിഷ്യൻറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ദ ലോങ് ഐലൻഡ്. ന്യൂയോർക്കിനെയും ലോങ് ഐലൻഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്. അത് വെറും ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ല, മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒന്ന്, ഒരു സ്പ്ലെൻഡിഡ് ആയിട്ടുള്ള അതിമനോഹരമായ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്, ഒരു തൂക്കുപാലം നിർമ്മിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു. അത് അദ്ദേഹത്തിനെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രചോദനം നൽകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒരുപാട് ആവേശം ജനിപ്പിക്കുന്ന ഒരു ആശയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഹി ഹാഡ് പുട്ട് ഫോർവേഡ് ഹിസ് ഐഡിയ ടു ദ ബ്രിഡ്ജ് ബിൽഡിംഗ് എക്സ്പേർട്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഈ ലോകത്തിലെ ഒട്ടുമിക്ക ബ്രിഡ്ജ് ബിൽഡിംഗ് എക്സ്പേർട്സിനോടും അദ്ദേഹം ഈ ഒരു ആശയം പങ്കുവച്ചു, അല്ലെങ്കിൽ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ബട്ട് നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഒരാളും തന്നെ ഈ ഒരു ആശയത്തിനെ പറ്റി അല്ലെങ്കിൽ ഇതിലൊരു ഇൻട്രസ്റ്റ് ആരും തന്നെ കാണിച്ചില്ല. അബൌട്ട് ഇറ്റ് ആൻഡ് ഫർദർ ആൻഡ് ആസ്ക്ഡ് ജോൺ ടു ഫോർഗെറ്റ് ഇറ്റ്. ജോണിനോട് ഇതങ്ങ് മറന്നു കളയാനാണ് പലരും പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദം ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. സംതിങ് വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ്. ഒരിക്കലും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ കുറച്ചൊക്കെ കറേജ് വേണം, അല്ലേ? ബിഫോർ ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. ആൻഡ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അത് പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ പ്രായോഗികമല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. റോബ്ലിംഗ് ഹവവർ വാസ് ഡിറ്റർമൈൻഡ് ആൻഡ് വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇഗ്നോറിങ് ഹിസ്റ്ററി. പക്ഷേ ഈ ഒരു പ്രതിബന്ധങ്ങളെ ഒന്നും, അല്ലെങ്കിൽ ഈ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകളെ ഒന്നും ജോൺ റോബ്ലിംഗ് മുഖവരയ്ക്ക് എടുക്കുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം വളരെ ഡിറ്റർമൈൻഡ് ആണ്, ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ആൻഡ് വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇഗ്നോറിങ് ഹിസ്റ്ററി. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിനെ അങ്ങനെ അവഗണിച്ച് കളയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഈ ഒരു പാസേജ് വളരെ സിമ്പിളായിട്ടുള്ള പാസേജാണ്. അധികം കട്ടി വാക്കുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനും സാധിക്കും. സോ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വിത്ത് ദ ആൻസേഴ്സ്. വാട്ട് വാസ് ദി ഐഡിയ ദാറ്റ് ഇൻസ്പയർഡ് ജോൺ റോബ്ലിംഗ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് അറ്റ് ദ വെരി ബിഗിനിങ് നമുക്ക് കാണാൻ സാധിക്കും. ആൻസർ ഇതാണ്: ജോൺ റോബ്ലിംഗ് വാസ് ഇൻസ്പയർഡ് ബൈ ആൻ ഐഡിയ ഓഫ് ബിൽഡിംഗ് എ മാഗ്നിഫിഷ്യൻറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജ് കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ദി ലോങ് ഐലൻഡ്. ഈ ഒരു ആൻസർ പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 1 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. വേഗം തന്നെ ആൻസറിലേക്ക് എത്താനും സാധിക്കും. ജോൺ റോബ്ലിങ്ങിനെ ഇൻസ്പയർ ചെയ്യിപ്പിച്ച ആ ഐഡിയ എന്തായിരുന്നു?
മാഗ്നിഫിഷ്യൻ സസ്പെൻഷൻ ബ്രിഡ്ജ് മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു കണക്റ്റിംഗ് ന്യൂയോർക്ക് വിത്ത് ദി ലോങ് ഐലൻഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് റിഗാർഡിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ്? അപ്പോൾ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനെ പറ്റിയും ഈ ഒരു പാസേജിൽ പറയുന്നുണ്ട്. സോ ആൻസർ നോക്കാം. അക്കോർഡിംഗ് ടു ദ എക്സ്പേർട്സ്, കൺസ്ട്രക്ഷൻ ഓഫ് ദി ബ്രിഡ്ജ് വാസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. എക്സ്പേർട്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രിഡ്ജ് ബിൽഡിംഗ് എക്സ്പേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. സംതിങ് വിച്ച് ഹാഡ് നെവർ ബീൻ അറ്റംപ്റ്റഡ് ബിഫോർ ആൻഡ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പാസേജിൽ തന്നെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവരൊരു ഡിഫിക്കൽട്ട് ടാസ്ക് എന്നുള്ളൊരു ഒപ്പീനിയനിലാണ് നിൽക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ എക്സ്പേർട്സ് റെസ്പോണ്ട് ടു ജോൺസ് ഐഡിയ? ജോണിൻ്റെ ഐഡിയയോട് അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, പ്രതികരിച്ചത്? നോ വൺ വാസ് ഇൻട്രസ്റ്റഡ് ഈവൻ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യാൻ പോലും അവരാരും തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. ആൻഡ് ആസ്ക്ഡ് ജോൺ ടു ഫോർഗെറ്റ് ഇറ്റ്. അതുമാത്രമല്ല, ജോണിനോട് പറഞ്ഞു ഇതിനെപ്പറ്റി മറക്കാൻ. ദേ തോട്ട് ഇംപ്ലിമെൻറ്റിംഗ് ദിസ് ഐഡിയ ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ഇംപ്രാക്ടിക്കൽ, അല്ലെങ്കിൽ നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഈ ഒരു ആശയം, ഓരോ ആശയങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത്, പ്രാക്ടിക്കലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്. അപ്പോൾ അത്തരത്തിൽ അവർ ചിന്തിച്ചപ്പോൾ ഇതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്, ഒരേ സമയം നോട്ട് പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയെ പറ്റി നോക്കുമ്പോൾ സാധ്യമല്ല എന്നാണ് എക്സ്പേർട്സിൻ്റെ അഭിപ്രായം. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് റോബ്ലിങ്സ് ഡിസിഷൻ റിഗാർഡിംഗ് ഹിസ് ഡ്രീം ഓഫ് ബിൽഡിംഗ് ദി ബ്രിഡ്ജ്? അപ്പോൾ റോബ്ലിങ്ങിൻ്റെ ഡിസിഷൻ എന്താണെന്ന് നമുക്ക് ഈ ഒരു പാസേജിൻ്റെ ലാസ്റ്റിൽ കാണാം. റോബ്ലിംഗ് വാസ് ഡിറ്റർമൈൻഡ് ആൻഡ് വുഡ് നോട്ട് തിങ്ക് ഓഫ് ഇഗ്നോറിങ് ഹിസ് ഡ്രീം ഓഫ് ബിൽഡിംഗ് ദി ബ്രിഡ്ജ്. അപ്പോൾ നിങ്ങളുടെ ഒരു പാസേജിൽ തന്നെ എല്ലാ ആൻസേഴ്സും ഉണ്ട്. 4 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ്, 4 മാർക്ക് മീൻസ് 1 മാർക്ക് ഓരോ ക്വസ്റ്റ്യനും തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ ഒരു പ്രയാസവും ഇല്ല. പാസേജ് നന്നായി വായിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ആൻസർ പാസേജിൽ നിന്ന് പിക്ക് ചെയ്യുക. സോ നമ്മൾ ഈ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫാണ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞത്. അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇമെയിൽ റൈറ്റിങ്ങിലോട്ട് ഒന്ന് പോവുകയാണ്. ഇമെയിൽ റൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് കോമൺ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ അതിൻ്റെ ജസ്റ്റ് ഒരു ഫോർമൽ പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യമേ എന്തായാലും ഫ്രം ഉണ്ടാവണം, ടു ഉണ്ടാവണം, ഇത് മസ്റ്റായിട്ട് ഉണ്ടാവണം. അപ്പോൾ ഫ്രം സെൻഡേഴ്സ് ഇമെയിൽ ഐ ഡി. അപ്പോൾ സെൻഡർ നമ്മൾ ആരാണോ അയക്കുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡി ഉണ്ടാവണം. അപ്പോൾ നമ്മളുടെ ഒരു ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഡ്രാഫ്റ്റ് ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി ആർക്കാണോ അയക്കേണ്ടത്, ആരാണോ അയക്കുന്നത്, ഇത് രണ്ടും മനസ്സിലാക്കുകയും അത് കറക്റ്റായിട്ട് എഴുതുകയും വേണം. അപ്പോൾ സെൻഡേഴ്സ് ഇമെയിൽ ഐ ഡി ആണ് ഫ്രമിൽ കൊടുക്കുക. ടു റെസിപ്പിയൻ്റെ ഇമെയിൽ ഐ ഡി. CC BCC എന്നൊന്നും നിങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല, എന്നാൽ കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്നൊരു മെയിൽ വരുന്നു, ഇൻ്റർവ്യൂ ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇമെയിൽ ഐ ഡി അത് നമുക്ക് ഒരു ബൾക്ക് ഓഫ് കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കോളേജിൽ നിന്ന് അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ആവും, അത് ഒരു ഇമെയിൽ ആയിരിക്കും. അപ്പം നമുക്ക് മറ്റുള്ള എത്ര കുട്ടികളുണ്ട്, നമ്മുടെ ഈ ആപ്ലിക്കൻസ് ആയിട്ട് എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതർ ഇൻഡിവിജ്വൽസ് റിസീവിങ് ദ സെയിം മെയിൽ വിത്ത് വിസിബിൾ IDs. അപ്പം നമുക്ക് അവരുടെയും കൂടെ ഇമെയിൽ IDs കാണാൻ സാധിക്കും. ഞാൻ കൂടാതെ എത്ര പേര് ആ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി BCC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർ ഇൻഡിവിജ്വൽസ് റിസീവിങ് ദ സെയിം മെയിൽ വിത്ത് ഇൻവിസിബിൾ IDs. അപ്പോൾ എന്നെ കൂടാതെ പലർക്കും ഈ ഒരു മെയിൽ പോയിട്ടുണ്ട്, പക്ഷെ മറ്റാരുടെയും ID എനിക്ക് കാണാൻ സാധിക്കില്ല. അതാണ് ബ്ലൈൻഡ് BCC എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കേണ്ട. ഇമെയിൽ റൈറ്റിങ്ങിൽ നിങ്ങൾ ബോക്സ് വരച്ച് എഴുതുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ഫ്രം ആൻഡ് ടു. അതേപോലെ CC BCC എന്നുള്ളത് 2 കോളം കൊടുത്തിരിക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം, ടൈറ്റിൽ ഓർ ദ റീസൺ ഓഫ് റൈറ്റിംഗ് മെയിൽ. ഈ മെയിൽ എന്തിനാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് ഒരു സബ്ജക്റ്റ് നമ്മൾ എഴുതാറുണ്ട്. അതേപോലെ തന്നെ സല്യൂട്ടേഷൻ. ഇപ്പോൾ നമ്മൾ ഇമെയിൽ റൈറ്റിങ്ങിൽ റെസ്പെക്റ്റഡ്, ഹായ്, ഡിയർ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് മെയിൻ ബോഡി
അപ്പോൾ ഒരു മെയിൻ കണ്ടൻറ്റ് ഒരു മെയിലിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, മാറ്റർ ഇൻ ഡീറ്റെയിൽ ആൻഡ് കൺക്ലൂഷൻ. അപ്പോൾ നമ്മൾ ഒരു ഇമെയിൽ എഴുതുമ്പോൾ ഒത്തിരി ഒന്നും ഡീറ്റെയിലിംഗ് ഒന്നും നമ്മൾ ചെയ്യാറില്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇമെയിലിൽ. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊരു ഇൻട്രൊഡക്ഷനും ഒരു കണ്ടൻറ്റും ഒരു മാറ്റർ ഇൻ ഡീറ്റെയിലും കൺക്ലൂഷനും ചെയ്യുന്നത് നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ക്ലോസിങ്, ഒരു എൻഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം. അറ്റാച്ച്മെൻറ്റ്സും സിഗ്നേച്ചർ ലൈൻ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. സിഗ്നേച്ചർ ലൈൻ മീൻസ് സെൻഡേഴ്സ് നെയിം ആൻഡ് സിഗ്നേച്ചർ, ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ജസ്റ്റ് ഒരു കോമൺ ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ഒരു പിക്ചറായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒരു ഇൻഫോർമൽ ഇമെയിൽ, അതായത് ഒരു ഫ്രണ്ടിന് നമ്മൾ അയക്കുന്ന ഒരു മെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേണിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ വലിയ കൺഫ്യൂഷൻസിൻ്റെ ഒന്നും കാര്യമില്ല. ഫ്രമും ടൂവും സിയും കൊടുക്കുക. അതേപോലെ തന്നെ ഹായ് സുനിത, അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാം. ഐ കെയിം ടു നോ ദാറ്റ് യു ഓർഗനൈസ്ഡ് എ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി ഫോർ യുവർ മദർ. ഐ വുഡ് ലൈക്ക് ടു ഹിയർ മോർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ജസ്റ്റ് ടു ദ പോയിൻ്റാണ്, ആ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഇമെയിലാണ്, നമ്മൾ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ അത്രയും ഒരു ലെങ്തി ആവേണ്ട ആവശ്യമില്ല. വാട്ട് കൈൻഡ് ഓഫ് പാർട്ടി ഡിഡ് യു ഓർഗനൈസ് ആൻഡ് ഹൂ ഓൾ ഡിഡ് യു ഇൻവൈറ്റ്, ഹൗ ഡിഡ് ഇറ്റ് ഗോ, ഡു ലെറ്റ് മീ നോ. ആൻഡ് ലവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. യുവേഴ്സ് ലവിങ്ലി എന്നൊന്നും നമ്മൾ ലെറ്ററിലെ പോലെ അത്ര അധികം നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. ലവ് ആൻഡ് യുവർ നെയിം. അപ്പോൾ ഇൻഫോർമൽ ഇമെയിലിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെ നമുക്ക് മനസ്സിൽ കരുതാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ആക്ടിവിറ്റിയാണ്. വാഷിങ്ടൺ വാസ് ഹേർഡ് ആൻഡ് ഷോക്ക്ഡ് ടു ഹിയർ ദാറ്റ് ഹിസ് ഫ്യൂച്ചർ പ്രോജക്റ്റ് വാസ് ടേക്കൺ ഓഫ്. Emily, his wife, understood the disappointment of her husband. She sends an email to the crew and engineers calling them to restart the project. Draft the email. So ക്വസ്റ്റ്യൻ ഇതാണ്. വാഷിങ്ടൺ ഒരുപാട് വിഷമത്തിലാണ് അല്ലേ. എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു ആശയം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജോൺ ട്രാവലിങ്ങിൻ്റെ ആ ഒരു വിഷ് അല്ലെങ്കിൽ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതിൽ വളരെയധികം നിരാശനായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ വാഷിങ്ടൺ. അപ്പോൾ വൈഫ് ഇമിലി അതെല്ലാം മനസ്സിലാക്കുന്നു. ആൻഡ് ഇമിലി എന്ത് ചെയ്യുന്നു, ക്രൂ മെമ്പേഴ്സിന്, എൻജിനീയേഴ്സിന് ഒരു ഇമെയിൽ അയക്കുന്നു ഫോർ ദം. എന്തിനു വേണ്ടിയിട്ടാണ്? കോളിംഗ് ദം ടു റീസ്റ്റാർട്ട് ദ പ്രോജക്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അയക്കുന്നു. അപ്പോൾ ടു ദ പോയിൻ്റ് എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് സിംപ്ലി നമ്മൾ എന്താ കാര്യം പറയുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ ഫ്രമും ടൂവും വെക്കാൻ മറക്കരുത്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ emily.roebling@gmail.com എന്ന് എഴുതാം. ഞാനിപ്പോൾ ഷോർട്ടൻ ചെയ്ത് എഴുതിയെങ്കിലും യു ക്യാൻ റൈറ്റ് emily.roebling@email.com. അതേപോലെ തന്നെ ടു നമ്മൾ ആർക്കാണ് എഴുതുന്നത്? എമിലിയാണ് എഴുതുന്നത്, ക്രൂ മെമ്പേഴ്സിനാണ് എഴുതുന്നത്. അപ്പോൾ crew and engineers@gmail.com എന്നോ എന്തെങ്കിലും crew@gmail.com എന്നായാലും മതി. കാര്യം നിങ്ങൾക്ക് ടൂവും ഫ്രമും മനസ്സിലായോ എന്ന് എക്സാമിനറിന് അല്ലെങ്കിൽ ഇവാലുവേറ്ററിന് മനസ്സിലാവണം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രമും ടൂവും സബ്ജക്റ്റും എഴുതുക. സബ്ജക്റ്റും ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്, റീസ്റ്റാർട്ട് ദ പ്രോജക്റ്റ് എന്നാണ്. അപ്പോൾ റീസ്റ്റാർട്ടിങ് ദ പ്രോജക്റ്റ് എന്ന് നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് എഴുതുന്നു. സോ നമ്മളുടെ ഒരു മെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം, അതിനൊരു സല്യൂട്ടേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡിയർ ക്രൂ ആൻഡ് എൻജിനീയേഴ്സ് നമ്മൾ എഴുതി. ദെൻ ഐ ആം എമിലി റോബ്ലിംഗ്. അപ്പോൾ എമിലി റോബ്ലിംഗ് ക്രൂ മെമ്പേഴ്സുമായിട്ട് അവർക്ക് റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ജസ്റ്റ് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വൈഫ് ഓഫ് വാഷിങ്ടൺ റോബ്ലിംഗ്. I would like to inform you that we are going to restart the project of Brooklyn Bridge. അപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ റീസ്റ്റാർട്ട് അതിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നത്. I am delighted to acknowledge that the project can be continued under the guidance of Mr. Washington. നിങ്ങൾക്ക് ഉറപ്പ് പറയാണല്ലേ, ഗൈഡൻസ്, ഇതിൻ്റെ ഒരു വാഷിങ്ടണിൻ്റെ ഒരു ഗൈഡൻസോട് കൂടി തന്നെ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഹിസ് ഡിസയർ ആൻഡ് എന്തൂസിയാസം ഈസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹത്തിൻ്റെ ഡിസയറും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും എന്തൂസിയാസവും ഒക്കെ ഇപ്പോഴും അദ്ദേഹത്തിനുള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം പാരലൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്, ആ ഒരു സ്പാർക്ക് അവിടെ ഉണ്ട്. വാഷിങ്ടൺ ഹാസ് സ്റ്റാർട്ടഡ് ഗിവിങ് ഇൻഡിക്കേഷൻസ് ബൈ ടാപ്പിംഗ് ഹിസ് ഫിംഗേഴ്സ് ഓൺ മൈ ആം. അപ്പോൾ എമിലി എഴുതുകയാണ്. അപ്പോൾ എമിലി പറയാണ് അദ്ദേഹത്തിൻ്റെ ഫിംഗറിൻ്റെ ചലനം കൊണ്ട്, അല്ലെങ്കിൽ ടാപ്പിംഗ് ഓഫ് ഹിസ് ഫിംഗർ, ആ ഒരു ഒറ്റ ചലനം മാത്രമേ ഉള്ളൂ, ആ ഒരു ഇൻഡിക്കേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു മെസ്സേജസൊക്കെ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് തരാം എന്നുള്ളൊരു രീതിയിൽ പറയാണ്. ഐ ഡു പ്രോമിസ് ദാറ്റ് ഐ വിൽ ആക്ട് ആസ് എ മെസ്സഞ്ചർ. സോ വി പ്ലാൻ ടു റീസ്റ്റാർട്ട് അവർ പ്രോജക്റ്റ് ഫ്രം
2021 onwards on behalf of Washington I would be guiding you. ഞാൻ ഉറപ്പായും അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യത്തിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും, ഗൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ശരിക്കും മിഡിൽ അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് ഈ ഒരു മെയിൻ പോയിൻ്റ് എല്ലാം നിങ്ങൾ എഴുതുക. ആൻഡ് ഒരു കൺക്ലൂഡിങ് പോയിൻ്റായിട്ട് പ്ലീസ് ബി പ്രിപ്പയർഡ് ആൻഡ് മോട്ടിവേറ്റഡ് സോ ദാറ്റ് വി ക്യാൻ കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞൊരു കൺക്ലൂഷൻ കൂടെ എഴുതി വയ്ക്കുക. വിത്ത് ബെസ്റ്റ് റിഗാർഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, വിത്ത് ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വിത്ത് ലവിങ് റിഗാർഡ്സ് എന്ന് എഴുതാം. വിത്ത് ലവ് എന്ന് വേണ്ട അല്ലേ, അപ്പോൾ വിത്ത് ലവിങ് റിഗാർഡ്സ് എന്ന് നിങ്ങൾക്ക് എഴുതാം. വിത്ത് ബെസ്റ്റ് റിഗാർഡ്സ് എന്ന് വേണമെങ്കിലും എഴുതാം. എമിലി വാഷിങ്ടൺ. അപ്പോൾ അവരുടെ ഒരു പേരും എഴുതി നമുക്ക് ഈ ഒരു ഇമെയിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലി നിങ്ങൾ ഈ ഒരു ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുകയും നിങ്ങളൊരു കോളത്തിൽ ഫ്രമും ടൂവും സബ്ജക്റ്റും ഒക്കെ വെച്ച് CC BCC എന്ന് പറഞ്ഞിട്ടൊരു കോളവും കൂടെ വെറുതെ ഇട്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഇമെയിലിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ പേപ്പറിൽ ആ ഒരു ഇമെയിൽ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ ഉണ്ടാവണം. ആ ഒരു രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് അത് ഇമെയിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു റീഡ് ദ സ്റ്റോറി ഓഫ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്, സോ you decide to send an email to congratulate Emily for her strong spirit, willpower and determination. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനൊരു ജസ്റ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ആൻസർ പറയുകയാണ്. ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും അല്ല, ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ആൻസർ. സോ ഉറപ്പായും നിങ്ങൾ ഫ്രമും ടൂവും എഴുതുക. അപ്പോൾ റോയി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു ഇമെയിൽ എഴുതുന്നത്. നമുക്ക് നമ്മുടെ പേര് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവിടെ ABC എന്ന് എഴുതിയാലും മതി. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ആൻ ഇമാജിനറി നെയിം, റോയി ഡാനിയൽ @gmail.com and to Emily Roebling @gmail.com. ആൻഡ് സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രിസിയേഷൻ ഫോർ പ്രോജക്റ്റ് കംപ്ലീഷൻ എന്ന് നമുക്ക് എഴുതാം. ആ ഒരു ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന, അല്ലെങ്കിൽ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഒരു ഒരു കൺഗ്രാജുലേഷൻ നോട്ട് എന്നുള്ളൊരു രീതിയിലാണ്. Hi Emily, I am Roy working in Newland Builders. I am very much impressed by your strong determination in the midst of adverse conditions. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് എഴുതി, ഞാൻ പറഞ്ഞല്ലോ ഒരു ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിൽ നമ്മൾ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഫോമിൽ പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. റോയി എന്നുള്ളൊരു പേര് പറയുന്നു. അയാളൊരു ബിൽഡേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ് ബൈ യുവർ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. നിങ്ങളുടെ ഇത്രയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങളിലുള്ളത്, ഞാനതിൽ ഒരുപാട് ഇംപ്രസ്ഡ് ആണ്. ആൻഡ് എവിടെയാണ് എപ്പോഴും നമുക്ക് ആർക്കും വേണമെങ്കിലും ഡിറ്റർമൈൻഡ് ആവാം, ദൃഢനിശ്ചയത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അഡ്വേഴ്സ് കണ്ടീഷൻ, ഇത്രയധികം ബുദ്ധിമുട്ടുകളുള്ളൊരു കണ്ടീഷനിൽ നിന്ന് ആ ഒരു ഡിറ്റർമിനേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇംപ്രഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ളത് അല്ലേ. സക്സസ് കംസ് ടു ദോസ് ഹു ഡിസേർവ്സ് ഇറ്റ്. ശരിക്കും സക്സസ് ആർക്കാണ്, അർഹതപ്പെട്ടവരിലേക്ക് ഉറപ്പായും എത്തും അല്ലേ. കൺഗ്രാജുലേഷൻസ്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ക്ലമേഷൻ മാർക്സ് ഒക്കെ ഇടാം. only by the sincere effort and dedicated hard work we get the colorful result. ഉറപ്പായും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രയത്നവും എഫേർട്ടും ഡെഡിക്കേഷനോടുകൂടി, അതായത് നിങ്ങളുടെ മനസ്സർപ്പിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് ദ കളർഫുൾ റിസൾട്ട്സ്. നല്ല കളർഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അല്ലേ. യു ആൻഡ് യുവർ ക്രൂ ഷോസ് അസ് ദ റിയൽ മീനിങ് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ. ഡെഡിക്കേഷൻ്റെയും ഡിറ്റർമിനേഷൻ്റെയും ഒക്കെ റിയൽ മീനിങ് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. I once again congratulate you and your team for this great achievement. Keep going. Yours lovingly, Roy. എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫോം, ഒരു 5 മാർക്സ് ക്വസ്റ്റ്യന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മാർക്സ് കിട്ടും. ഇപ്പോൾ ഞാൻ ഇത് തന്നിരിക്കുന്ന ഒരു കോളത്തിലല്ല, പക്ഷേ യു ഹാവ് ടു റൈറ്റ് ഇൻ എ കോളം. നിങ്ങളൊരു കോളം വരച്ച് തന്നെ ഈ ഒരു എക്സാമിന് ഇമെയിൽ ചോദിക്കുമ്പോൾ എഴുതുക. ഫ്രമും ടൂവും വയ്ക്കാൻ മറക്കരുത്. സബ്ജക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാറ്റേണിന് തന്നെ നിങ്ങൾക്ക് കുറച്ച്, ഇപ്പോൾ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2.5 മാർക്ക് നിങ്ങൾക്ക് പാറ്റേണിന് കിട്ടും. അപ്പോൾ കണ്ടൻറ്റും കൂടി ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദി ഫുൾ മാർക്ക്. അപ്പോൾ ഫുൾ മാർക്സ് കിട്ടുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ എഴുതുക എക്സാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ഇമെയിൽ റൈറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ എക്സാമിന്. +1-നും +2-നും നിങ്ങൾക്ക് ഇമെയിൽ റൈറ്റിംഗ് ഉണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇമെയിൽ റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ 1-2 ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനും
സ്കിപ്പ് ചെയ്യാതെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ പറയാറുണ്ട് ദർ ഇസ് നോ ഗ്രേറ്റ് റിസൾട്ട് വിതൗട്ട് ഗ്രേറ്റ് വിൽ പവർ എന്ന്. അതേപോലെ നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ സമീപിക്കുക. നന്നായി എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ. ഹാപ്പി ലേണിംഗ്. ഹാവ് എ നൈസ് ഡേ.